നമ്മളൊരാളോട് വിമർശിക്കുമ്പോൾ നമുക്കൊരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ശത്രുത അല്ലെങ്കിൽ വെറുപ്പ് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവരങ്ങനെ കാണും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ് എതിർക്കുന്നതിനെ കാണുന്നത്. എതിർക്കുന്നതിനെ ഫിനിഷ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഹിംസ എന്ന് പറയുന്നൊരു സാധനം നമ്മളിന്ന് പോകണം. നമ്മളൊരു കാര്യത്തെ എതിർക്കുന്നു എന്നുള്ളത് ആ ഒരു ആശയത്തിലെ എതിർപ്പാണ്, ആ വ്യക്തിക്കെതിരെയുള്ള എതിർപ്പല്ല. ഞാനിത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആളുകൾക്ക് അതങ്ങോട്ട് കയറുന്നേ ഇല്ല. ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എന്താണ് എനിക്ക് മനസ്സിലായി, അതിനകത്ത് എന്താണ് അൺനാച്ചുറൽ ആയിട്ടുള്ളത്. നമ്മൾ അവരുമായിട്ട് ഒരാൾ ഷെയ്ഖ് ഹാൻഡ് നടത്തുന്നു, ആഹാരം കഴിക്കുന്നു, ആശ്ലേഷിക്കുന്നു. എന്താണ് തടയുന്നത്? നമ്മളൊന്നും തടയുന്നില്ല. ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഇവിടുന്ന് പോയി. ആരിഫ് ഹുസൈൻ ഒരു 4 വർഷം മുന്നേ കണ്ടിരുന്നെങ്കിലും ആരിഫ് ഹുസൈനിൽ ഒരു ചെറിയ ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിപ്പ് ഊരിക്കളഞ്ഞു. ആ ചിപ്പ് മാറ്റിക്കഴിഞ്ഞാലില്ല. ചില ആൾക്കാർ പറയില്ല, ഈ യക്ഷിയെ പാലെ കൊണ്ടുവന്ന് തളയ്ക്കുക എന്ന് പറയും. ഒരു ആണി നടക്കും, ആണി ഊരിക്കഴിഞ്ഞാൽ യക്ഷി ഭയങ്കരമാണ്. അതേപോലെ ഒരു ആണി ഓരോരുത്തരിങ്ങനെ അവിടെ ചിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളെക്കാൾ നല്ല പാലുപോലുള്ള മനുഷ്യരാണ്. മനുഷ്യർക്കെതിരെ നമുക്കൊന്നുമില്ല. ഞാനതാണ് ഈ കാലിനടിക്കരുത്, പന്തിനടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. പക്ഷെ അത് ഈ മതാത്മകമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് വേറൊരാളെ കൊല്ലാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു RSSകാരനെ ഒരു CPMകാരന് കൊല്ലാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു CPMകാരനെ ഒരു RSSകാരന് കൊല്ലാൻ പറ്റുന്നത്? എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു ഗ്രാമർ പോലും മനസ്സിലായിട്ടില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇത് ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു പോളിയിലാണ് ജോലി ചെയ്തത്. അവിടെ പുതുതായിട്ട് പിള്ളേർ അവർ വന്നിട്ട് പരസ്പരം ആദ്യമൊക്കെ കാണുന്നുണ്ട്. 2 മാസം കഴിയുമ്പോൾ കാണാൻ ഒരുത്തൻ വേറൊരുത്തൻ്റെ മണ്ടയ്ക്ക് അടിച്ച് പൊട്ടിക്കുന്നു, തലയൊക്കെ ഇങ്ങനെ പൊട്ടി ഒരിച്ച് ഇങ്ങനെ ഇങ്ങനെ കരയുന്നത്. എന്താ ചോദിക്കുന്നത്? KSU SFI. എന്തു KSU, എന്ത് SFI? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ അത്. പക്ഷേ പൊട്ടിയിരിക്കുകയാണ്, മൊത്തം ഇങ്ങനെ പൊട്ടിയാണ്. SI വരുന്നു, പോലീസ് വരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ ഹിംസ ഉണ്ടാക്കുന്ന ആ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തയാണ് യഥാർത്ഥം നമ്മൾ റിലീജിയസിറ്റി എന്ന് പറയുന്നത്. ആ ഗോത്രീയത, ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി, ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വന്യമൃഗത്തെ പോലെ നമ്മൾ പെരുമാറുകയാണ്.